ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾസ് കുറുമ. എങ്ങനെ ഉണ്ടാവും മക്കളെ? പൊളിക്കൂലേ? അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലോണം ചൂടായി വരട്ടെ, ചൂടാവണം കേട്ടോ ഗായ്സ്. എന്നിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ പട്ട, അതുപോലെ ഒരു 4-5 ഏലക്ക, ഒരു 4-5 പൂവുണ്ടല്ലോ, അതൊന്ന് പൊട്ടിത്തെറിക്കട്ടെ. പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചെറിയതാക്കി അരിഞ്ഞതുണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. ഞാൻ വീഡിയോ ആഡാക്കാൻ പറഞ്ഞേക്കണേ ഇഞ്ചി ഇടണത്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇഞ്ചി ഇട്ട് കൊടുക്കുക, എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ കളറ് ഏകദേശം ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് നമുക്ക് ഒരു വെല്ലുവിളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, 5 പച്ചമുളക് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെല്ലുവിളി ഇട്ട് കൊടുക്കാം. വെല്ലുവിളി ഫസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം വെല്ലുവിളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം വാട്ടിയെടുക്കാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വെജിറ്റബിൾസ് കുറുമൊക്കെ പറ്റാത്തവർക്ക് എന്തായാലും പറ്റും. ഞാനിതൊരു വേറെ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. മസാലകളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി എരിവും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ഇഷ്ടപ്പെടും. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാറില്ല, ഒരു വെളുത്ത കറിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് ഈ ഉള്ളി ഞാൻ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മൾ പച്ചമുളകും വലിയ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിയിലൊക്കെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, ഏലക്കയും പട്ടയൊക്കെ ഇട്ടതല്ലേ, പൂവും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ അതിൻ്റെ സ്മെല്ലെല്ലാം കൂടി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ എത്ര സാധനം എടുക്കണോ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഞാൻ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തക്കാളി ഇതൊക്കെ ഏകദേശമൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. സിമ്മിൽ ഇങ്ങനെ കിടന്ന് ഒന്നും കൂടി നല്ല വാടട്ടെ. അപ്പോൾ ഞാൻ അതിന് ആവശ്യമായ വെജിറ്റബിൾസൊക്കെ വേണമല്ലോ. ഉരുളൻകിഴങ്ങ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഇത് 3 കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് ഞാൻ ഒരു 4 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതും കേക്ക് നല്ല ഇതിക്ക് 3 കൂടി കൂട്ടി ഒരു പാത്രത്തേക്ക് ഇടുക. ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. പൊട്ടറ്റൊക്കെ അതുപോലെ ക്യാരറ്റ് ഞാൻ ഒരു മീഡിയം ടൈപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിക്ക് വാടി വന്ന ഇതിക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ മസാല പൗഡറുകളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, കുറച്ച് സ്പൈസി കൈക്കോട്ടെ വെച്ചിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ, ചെറിയ ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി മുളക് പൊടി, കൂടുതൽ ഇടരുത്. ഇപ്പോൾ മസാലകൾ കുറച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല സ്മെല്ല് തന്നെ കേട്ടോ. മസാല പൗഡറിൻ്റെയും ഇതിനൊക്കെ നല്ലൊരു മണം ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് മൂക്കൊക്കെ. ഇത് നല്ലോണം ഒന്ന് ചെറിയ സിമ്മിലിട്ട് നല്ല മിക്സാക്കി എടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല കറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കും. ഈ കുറുമിയിലൊക്കെ എല്ലാവരും ഇടലുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കണം. പൊടികളൊക്കെ എല്ലായിടത്തൊന്ന് പിടിച്ച് നല്ല ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ്, വെജിറ്റബിൾസൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി കുക്കർക്ക് തട്ടി കൊടുക്കുക. ഹലോ ഗൈസ്, ഞാൻ നന്നായിട്ട് തട്ടാൻ ഉദ്ദേശിച്ചതാണ്. അതിൽ കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈക്കൊണ്ടിട്ട് കൊടുക്കാം. അപ്പോൾ പരിപാടി കഴിയാന്നുള്ളതിൽ ആർത്തി കൊടുക്കണം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ പണി കിട്ടി. അപ്പോൾ ഇനി കൈക്കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഗായ്സ്, വെജിറ്റബിൾസൊക്കെ ഇടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക. ചെറിയ സ്പൂൺ ആയതുകൊണ്ടേ കൈമൊക്കെ നല്ല ചൂട് കയറുന്നുണ്ട്. ഒരു കൈമിൽ ക്യാമറയാണ്, അപ്പോൾ ഒറ്റ കൈ കൊണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കണത്. അപ്പോൾ നിങ്ങൾ വലിയൊരു ചട്ടകുണ്ടല്ലോ മരത്തിൻ്റെ, അതൊക്കെ എടുത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. എല്ലായിടത്തും മസാലകളൊക്കെ ഉണ്ട് പിടിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മളെ വെജിറ്റബിൾ കുറുമേൻ്റെ മെയിൻ താരുണ്ടല്ലോ, കുരുമുളക് പൊടി. അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ച്. ഞാൻ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി എരിവ് കൂടി പോയാൽ മക്കളാരും തിന്നൂല. അപ്പോൾ നമുക്ക് ഇത്ര ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം.
നല്ലോണം മിക്സാക്കി എടുക്കുക. അടുത്ത പരിപാടി ഒരു ഗ്ലാസ് വെള്ളം. ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ മുങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് മുങ്ങി നിൽക്കണില്ല, അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ലോണം ഇങ്ങനെ മുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഒരു പരിപാടി ഇല്ല, ഇനി നമുക്ക് കുക്കറിലിട്ട് വിസിലടിപ്പിക്കാം. നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 5 വിസിലടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കുക, വന്നിട്ടില്ലേ പിന്നെ മൂടി വെച്ച് വിസിലടിപ്പിച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഞാൻ തേങ്ങാപ്പാലാക്കി കണ്ട് മിക്സിയിൽ അരച്ച് തേങ്ങാപ്പാലാക്കി ഒരു പാത്രത്തേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് ഒഴിച്ചെടുക്കാനുള്ളത്. ഇത് കുക്കർ തുറന്ന് വെജിറ്റബിൾസൊക്കെ വെന്തിക്കണം നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം മിക്സാക്കി എടുക്കാം നമുക്ക്. അങ്ങനത്തെ ഞാൻ മിക്സൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എരിവ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് എരിവ് കുറവാണ്, അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ഞാൻ ലാസ്റ്റായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഇളക്കട്ടെ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് പാർന്ന് അപ്പം തന്നെ ഗ്യാസ് ഓഫാക്കിയിടണം. ഈ ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, മല്ലിച്ചപ്പ് ഉണ്ടല്ലോ നമ്മളെ കറികളൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം, അത് ലാസ്റ്റ് നമുക്ക് ചെറിയ പീസാക്കിയാണ്ട് അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇത്ര ഉള്ളത് പൊളി ടേസ്റ്റ് ഇട്ട മക്കളെ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.